ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബി സ്റ്റേഷൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് 7ന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഹാർമണി ഓഫ് മാർവൽസിന്റെ ചെറിയൊരു ക്ലാസ് ആണ്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഹാർമണി ഓഫ് മാർവൽസ് എന്നതാണ്. അതായത് അത്ഭുതങ്ങളുടെ കൂട്ടം, നമുക്ക് വേണമെങ്കിൽ അത്ഭുതങ്ങളുടെ കലവറ എന്ന് പറയാം. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ആ ഒരു ചാപ്റ്ററിൽ ചെറിയൊരു പിക്ചർ തന്നിട്ടുണ്ട് തുടക്കം തന്നെ. ഓക്കെ, അത് നമുക്ക് കാണാം. സോ ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ചെറിയ ആൺകുട്ടിയുടെ പിക്ചർ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ആ ആൺകുട്ടിയുടെ കൈ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും റോബോട്ടിക് ഹാൻഡ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ആകാശമുണ്ട്, ആകാശത്ത് മിന്നൽ വെട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ചന്ദ്രനുണ്ട്, പിന്നെ ഒരു ട്രീ ഉണ്ട്. രാത്രിയാണ്, ഇവിടെ നല്ലൊരു മനോഹരമായിട്ടുള്ള പിക്ചറാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു റോബോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണെന്ന്. സോ നമുക്ക് ഇങ്ങനെ ഇതാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ ഒരു പിക്ചർ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതൊരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റോബോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന് നമുക്കിത് മനസ്സിലാവും. ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇതേപോലൊരു ചെറിയൊരു മോട്ടിവേഷണൽ കോട്ട് ഇവിടെ തന്നിട്ടുണ്ട്. വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സോക്രട്ടീസ് എന്ന് പറയുന്ന ഒരാളാണ് എഴുതിയിട്ടുള്ളത്. സോക്രട്ടീസ് അല്ല, സോക്രട്ടീസ്. ഓക്കെ, അപ്പം ഇത് ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു, അതായത് ഒരു ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്നു ഈ സോക്രട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആശ്ചര്യപ്പെടുകയോ ജിജ്ഞാസ കാണിക്കുകയോ ആണ് വിജ്ഞാനം നേടുന്നതിനുള്ള തുടക്കം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആശ്ചര്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് അതിൽ പറയാം, ആശ്ചര്യപ്പെടുമ്പോഴോ ആകാംക്ഷയുടെ ഒരു സംഭവം നോക്കി കാണുമ്പോഴോ ആണ് നമുക്ക് അത് പഠിക്കാനുള്ള ഒരു കുറച്ചുകൂടി ഒരു തോന്നൽ ഉണ്ടാവുക എന്നതാണ് ഇവിടെ പറയുന്നത്. സോ ഓക്കെ, അതാണ് സിമ്പിൾ മീനിങ്. പിന്നെ ഈ വണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം അല്ലെങ്കിൽ അത്ഭുതപ്പെടുക എന്നതാണ്. അതുപോലെ തന്നെ വിസ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജ്ഞാനം എന്നതാണ്. ഓക്കെ, അതാണ് ഈ ഒരു വിസ്ഡമാണ് കുറച്ച് ടഫായിട്ടുള്ള വേർഡ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി നിങ്ങൾക്ക് നോക്കാം ഫസ്റ്റ് യൂണിറ്റ്, ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റോബോട്ട് വിത്ത് എ വൈറസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇത് എഴുതിയിട്ടുള്ളത് പെട്രോ പാബ്ലോ സാക്രിസ്റ്റെ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അതായത് ഇദ്ദേഹം ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നതാണ് സത്യം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കഥയിലോട്ട് പോവാം. അതിനു മുമ്പേ ഈ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റോബോട്ടിനെ പറ്റിയിട്ടുള്ള കഥയാണ്. ആ ഒരു റോബോട്ട് ഒരു ചെറിയ കഥയുടെ ഒരു ഇപ്പം എന്താ അതിന് പറയുക, ഒരു ഉള്ളടക്കം എന്നുള്ളത് എന്ന് പറയുന്നത് ഒരു റോബോട്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്നു. ആ ഒരു കുട്ടിയുടെ ജീവിതം, ആ ഒരു കുട്ടിയുടെ സ്വഭാവം മാറ്റിമറിച്ചു എന്നത് ഇവിടെ ഈ ഒരു കഥയിൽ അതാണ് മെയിനായിട്ട് പറയുന്നത്. സോ ഉള്ളടക്കമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. റോബോട്ട് വിത്ത് എ വൈറസ്. ഓക്കെ, സോ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. അതൊരു ഒരു വെയിലുള്ള നല്ലൊരു പ്രഭാതമായിരുന്നു. ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. ഒരു ഗ്രാമങ്ങളിൽ ഒരു നല്ല വെളിച്ചത്തോട് കൂടിയിട്ട് നല്ല എനർജറ്റിക് ആയിട്ടുള്ള സൺലൈറ്റ്, സൂര്യപ്രകാശം എന്ത് ചെയ്തു? നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഊർജത്വമുള്ള സൂര്യപ്രകാശം എല്ലായിടത്തേക്കും അവിടെ ആ ഒരു സ്ട്രീറ്റ് മൊത്തത്തിൽ പരന്നു. വൈബ്രന്റ് എന്നത് കൊണ്ട് രണ്ട് മീനിങ്സ് ഉണ്ട്. ഒന്ന് ഊർജിതമായിട്ടുള്ളത്, രണ്ട് അട്രാക്റ്റീവ് എന്നും പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാം. നെക്സ്റ്റ്, it casts warm hues upon the house tops. എല്ലാ വീടിന് മുകളിലും ഒരുപാട് കളേഴ്സിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഗോൾഡൻ കളറ്, യെല്ലോ കളറ്, അങ്ങനെയൊക്കെ കളേഴ്സ് ഉണ്ടാവുമല്ലോ സൺലൈറ്റിന്. ഓക്കെ, കളേഴ്സ് ഉണ്ടാവുമല്ലോ.
അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കുറേ കളേഴ്സ് ഉണ്ട്. എല്ലാ വീടിൻ്റെ മുകളിലും ഒരുപാട് കളേഴ്സ് ഇങ്ങനെ കാണാൻ കഴിയുമെന്നല്ല, തെറ്റിപ്പോയി, സോറി. എല്ലാ വീടുകളുടെ മുകളിലും സൂര്യപ്രകാശം പല വർണ്ണങ്ങളിൽ ഇങ്ങനെ അടിച്ചു എന്നതാണ് അതിൻ്റെ റിയൽ മീനിങ് എന്ന് പറയുന്നത്. ഹ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് എന്നർത്ഥമുണ്ട്. സോ ഇനി നോക്കാം. The air was crisp and refreshing. ക്രിസ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ്. ആ ഒരു എയർ എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരു എയർ ആയിരുന്നു. നമ്മളുടെ മൈൻഡിനെയൊക്കെ ഒന്ന് കാമാക്കാൻ പറ്റിയ നല്ലൊരു എയർ ആയിരുന്നു എന്നിവിടെ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കാം. The sunbeams എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യകിരണങ്ങൾ. ആ ഒരു സൂര്യകിരണങ്ങൾ peeped into Ricky's room through the skylight. റിക്കിയുടെ റൂമിലെ ജനാലയിലൂടെ ആ ഒരു സൺലൈറ്റും എത്തി നോക്കിയാൽ, അതായത് എത്തി എന്നതാണ് അർത്ഥം. He was still in the bed. പക്ഷെ അവൻ ഇപ്പോഴും ഉറക്കത്തിലായിരുന്നു. നമ്മളെ അമ്മമാരൊക്കെ ഇങ്ങനെ പറയും, അവൻ ഉച്ചയിൽ വെയിലടിച്ചിട്ട് എണീക്കുന്നില്ല. അത് തന്നെ, അവൻ്റെ കണ്ണിൽ വെയിലടിക്കുന്നുണ്ട് പക്ഷെ അവൻ എണീക്കുന്നില്ല, അവൻ ഇപ്പോഴും ബെഡിൽ തന്നെയാണ്. He was a young boy of 11. നമ്മളുടെ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം 11, അതായത് 11 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി, ഒരു ചെറിയ ആൺകുട്ടിയായിരുന്നു അവൻ. നമ്മുടെ കഥയിലെ കഥാനായകൻ, അതായത് മെയിൻ ക്യാരക്ടറിന്റെ പേരാണ് റിക്കി എന്ന് പറയുന്നത്. സോ റിക്കി lived in a lovely futuristic house. റിക്കി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഉള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് മീൻസ് മോഡേൺ, ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു ഹൗസിലായിരുന്നു അവൻ താമസിച്ചിരുന്നത്. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്ത് വേണമെങ്കിലും അപ്പോൾ തന്നെ കിട്ടും എന്നുള്ള ഒരു വീട്ടിലായിരുന്നു അവൻ താമസിച്ചിരുന്നത്. ബട്ട് ഹി വാസ് സ്ലോ ഓൺലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷെ അവൻ വളരെ അലസമായിരുന്നു, ഒരു ശ്രദ്ധയില്ലായിരുന്നു അവൻ്റെ ഹാബിറ്റുകളിലൊക്കെ. He just threw his belongings all over the place. അവൻ്റെ എല്ലാ സാധനങ്ങളും അവൻ ഓരോ സ്ഥലങ്ങളിൽ എറിഞ്ഞ് കളഞ്ഞ്, അങ്ങനെ നമ്മൾ ഇങ്ങനെ ബാഗ് ഒരു സ്ഥലത്ത്, ബുക്ക് ഒരു സ്ഥലത്ത്, അതവിടെ സ്ഥലത്ത്, ഈ ഫുട്ബോൾ ഒരു അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചർ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അലമാരയൊക്കെ തുറന്ന് കിടക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാ ഫുട്ബോളും എല്ലാം മെസ്സായിട്ട് കിടക്കുകയാണ്. സ്ലോവൺലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺടൈഡി, അതായത് വൃത്തിയില്ലാത്തത് എന്നതാണ് അർത്ഥം. സോ ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോവാം. സോ ഓക്കെ, ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. ആ വീടിൻ്റെ മുക്കിലും മൂലയിൽ നിന്നും അവൻ്റെ അമ്മ വേണം അവൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. ഹിസ് മദർ ഹു വാസ് എ മാനേജർ ഓഫ് എ ബാങ്ക്. അവൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു ബാങ്കിൻ്റെ മാനേജർ ആയിരുന്നു. ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. ആ ജോലിക്ക് വേണ്ടിയിട്ട് അവള് അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഷി ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. ഹാർഡ് വർക്ക് അല്ല, ഹാഡ് HAD. അവളുടെ ജോലിയെക്കാളും കൂടുതലും ചെയ്യുന്നത് റിക്കിയെ പറ്റിയിട്ട്, റിക്കിക്ക് വേണ്ടിയായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പം റിക്കിയോട് അവൻ്റെ അമ്മ ഇങ്ങനെയാണ് പറയുന്നത്, റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി, നിന്റെ സ്കൂൾ ബാഗ് എടുത്ത് സ്റ്റഡി റൂമിൽ വെക്ക്. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി, നിന്റെ തുണികൾ എടുത്ത് വാഷിംഗ് മെഷീനിലിട. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിന്റെ ടിഫിൻ ബോക്സ് കഴുകുക. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിന്റെ ട്രൗസേഴ്സും ടീഷർട്ടും ഒക്കെ എടുത്ത് അയൺ തേച്ച് വെക്ക്. ആൻഡ് സോ ഓൺ. അങ്ങനെ കുറേ കാര്യങ്ങൾ. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷെ അവൻ ഇപ്പോഴും കളിക്കുകയായിരുന്നു. റിക്കി ഡിഡ്ന്റ് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. അവൻ്റെ അമ്മ അവനൊരിക്കലും അവൻ്റെ അമ്മയെ സഹായിക്കുക, അവൻ്റെ വീടിന് വേണ്ടി അവനൊന്നും ചെയ്തിരുന്നില്ല. അവൻ്റെ കാര്യം നോക്കി കളിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. But he was as excited as his parents when they bought the latest model of a butler robot. Butler robot എന്ന് വെച്ച് കഴിഞ്ഞാൽ a male servant. സോ പക്ഷേ അവൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, വളരെ ആകാംക്ഷയായിരുന്നു അവൻ്റെ പാരൻസ്, അവൻ്റെ അച്ഛനും അമ്മയും കൂടി അവനൊരു ന്യൂ മോഡൽ ഓഫ് ബട്ട്ലർ റോബോട്ടിൻ്റെ ഒരു പുതിയ മോഡൽ ഇറക്കിയതിൽ. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്. പക്ഷെ അവൻ അത് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, അത് വന്നത് മുതൽ ഓഫ് ഇറ്റ് വെന്റ്. അപ്പോൾ അത് വന്നത് മുതൽ കുക്കിംഗ്, ക്ലീനിങ്
പാചകം ചെയ്യുക, ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക, അയൺ തേച്ച് വെക്കുക. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത് ഫ്രം ദ ഫ്ലോർ. എന്താണ് അവൻ്റെ തുണികൾ എടുക്കുക എന്നതായിരുന്നു അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ജോലി. കുക്കിങ്ങും ക്ലീനിങ്ങും ആണ് നമ്മുടെ ഒരു വീട്ടിലെ മെയിൻ ആയിട്ടുള്ള ജോലിയെങ്കിൽ ആ ഒരു റോബോട്ട് ചെയ്തിരുന്നത് എന്താണ്, റിക്കിയുടെ തുണികൾ അവിടെ ഇവിടെയും കിടക്കുന്നത് കുഞ്ഞ് എടുക്കുക എന്നുള്ളതാണ് ആ ഒരു റോബോട്ട് ചെയ്തിരുന്ന മെയിൻ പണി. സോ ബാക്കി കഥ നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയുള്ളൂ. ബൈ.